നമ്മളിനി പഠിക്കാൻ പോകുന്നത് തേർഡ് മൊഡ്യൂളാണ്. തേർഡ് മൊഡ്യൂൾ എന്ന് പറയുന്നത് ഫ്ലെക്സിബിലിറ്റി മെട്രിക്സ് മെത്തേഡ്. ഫ്ലെക്സിബിലിറ്റി മെട്രിക്സ് മെത്തേഡ് വെച്ചിട്ട് നമ്മൾ ഇൻഡിറ്റർമിനേറ്റ് സ്ട്രക്ചറിൻ്റെ അനാലിസിസ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ മൊഡ്യൂളിൽ. ഓക്കെ, അപ്പോൾ നമുക്ക് അനാലിസിസ് സ്റ്റെപ്പിന് മുന്നേ നമുക്ക് ചെറിയൊരു കാര്യം പഠിക്കാനുണ്ട്. എന്താണ് പ്രൈമറി സ്ട്രക്ചർ അല്ലെങ്കിൽ എന്താണ് അനാലിസിസ് സ്ട്രക്ചർ എന്നുള്ള കാര്യം. അനാലിസിസ് സ്ട്രക്ചർ അല്ലെങ്കിൽ പ്രൈമറി സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ നമ്മൾ അനലൈസ് ചെയ്യുമ്പം നമ്മൾ കൺസിഡർ ചെയ്യുന്ന സ്ട്രക്ചർ, അതായത് ആ ഒരു പെർട്ടിക്കുലർ സ്ട്രക്ചറിൻ്റെ ഏതൊക്കെ ഫോഴ്സസ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏതൊക്കെ മൊമെൻ്റാണ് കൺസിഡർ ചെയ്യുന്നതിനനുസരിച്ചിട്ട് നമ്മൾ വരക്കുന്ന ഒരു സ്ട്രക്ചറാണ് അനാലിസിസ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ അതെന്താണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്? ദ ഫിഗർ ഷോസ് ഇക്വലൻറ്റ് ജോയിൻ ലോഡ് ആക്ടിങ് അറ്റ് ദ വാരിയസ് ജോയിൻ. അതായത് ഫിഗർ ഉണ്ട് ഇവിടെ താഴത്ത്. ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത് ഒരു ബീമുണ്ട്, കണ്ടിന്യൂസ് ബീമുണ്ട്. അതിൻ്റെ ഇക്വലൻറ്റ് ജോയിൻ ലോഡാണ് ഈ ഒരു ഫിഗർ. അതായത് ഈ ഒരു ഫിഗറിനകത്ത് അതിൻ്റെ ഇക്വാലൻറ്റ് ജോയിൻ ലോഡാണ് ഇവിടെ ഈ ഒരു ഫിഗറിൽ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇക്വാലൻറ്റ് ജോയിൻ ലോഡ് ആക്ട് ചെയ്യുന്ന വെച്ചാൽ ഓരോ ലോഡിലും ആക്ട് ചെയ്യുന്ന, അതായത് ഓരോ ജോയിൻറ്റിലും ആക്ട് ചെയ്യുന്ന മൊമെൻറ്റും അതുപോലെ തന്നെ ലോഡും അതിൻ്റെ റിയാക്ഷനുമാണ് അതിൻ്റെ ഇക്വാലൻറ്റ് ജോയിൻ ലോഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ ജോയിൻറ്റിലും രണ്ട് ഇക്വാലൻറ്റ് ജോയിൻ ലോഡ്സ് ഉണ്ടായിരുന്നത് ഒരു മൊമെൻറ്റും ഉണ്ടാവും, അതുപോലെ തന്നെ അതിൻ്റെ ഓരോ റിയാക്ഷൻ ഉണ്ടാവും. അപ്പോൾ ഓരോ ജോയിൻറ്റിനും രണ്ട് ലോഡ് വെച്ചിട്ട്, രണ്ട് റിയാക്ഷൻസ് വെച്ചിട്ട്, രണ്ട് ആക്ഷൻസ് വെച്ചിട്ട് ഉണ്ടാവും. ഓക്കെ, ഇക്വാലൻറ്റ് ജോയിൻ ലോഡ് വരക്കുമ്പോൾ നമ്മളങ്ങനെയല്ല ചെയ്യുന്നത്. റിയാക്ഷൻ ഇവിടെ നോക്കിയാൽ ഈ ഒരു ജോയിൻറ്റ് നോക്ക്, ഈ ഒരു ജോയിൻറ്റ് നോക്കി ഇവിടെ മൊമെൻ്റ് ഉണ്ട്. 4 കിലോ ന്യൂട്ടൺ 12 കിലോ ന്യൂട്ടൺ ലോഡ് ഉണ്ട്. അതിലൂടെ 8 കിലോ ന്യൂട്ടൺ ലോഡ് ഉണ്ട്, 8 കിലോ ന്യൂട്ടൺ മൊമെൻ്റ് ഉണ്ട്. ഇവിടെ 4 കിലോ ന്യൂട്ടൺ ലോഡ് ഉണ്ട്, 4 കിലോ ന്യൂട്ടൺ മൊമെൻ്റ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. The figure show equivalent joint load acting at the various joints. They are nothing but reversed fixed end action. പറഞ്ഞല്ലോ, ഫിക്സ്ഡ് എൻഡ് മൊമെൻറ്റിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്തിട്ടാണ് നമുക്ക് ഇക്വാലൻറ്റ് ജോയിൻ ലോഡ് കിട്ടുന്നതെന്ന് പറയുന്നത്. At each joint A, B, C, there are two of them. It will be discovered that some of them will not contribute to internal force component. അതായത് അതിലുള്ള ഈ ഓരോ ജോയിൻറ്റും രണ്ട് ഇക്വലൻറ്റ് ജോയിൻ ലോഡ് വെച്ചിട്ടുണ്ട്. പക്ഷേ അതിനകത്തുള്ള എല്ലാ ജോയിൻ ലോഡ്സും ഈ ഒരു പെർട്ടിക്കുലർ സ്ട്രക്ചറിൻ്റെ ഇൻറ്റേർണൽ ഫോഴ്സ് കമ്പോണൻ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? അതിൻ്റെ ഷിയർ ഫോഴ്സും ബെൻഡിങ് മൊമെൻറ്റും അല്ലെങ്കിൽ അതിൻ്റെ ഡിഫ്ലക്ഷൻ അതിലൊന്നും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നില്ല. അതായത് അതിനൊന്നും അത് എഫക്റ്റ് ചെയ്യുന്നില്ല ഈ ചില ഫോഴ്സസ് ഒന്നും ഈ ഒരു പെർട്ടിക്കുലർ ബീമിലുള്ള. അപ്പോൾ അങ്ങനെയുള്ള ആ ഫോഴ്സസിനെ നമ്മൾ ഒമിറ്റ് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് എൻഡ് റിസൾട്ടിൽ ചേഞ്ചസ് ഉണ്ടാവില്ല. അതായത് അതിൻ്റെ ഇൻറ്റേർണൽ ഫോഴ്സസിനെ അത് എഫക്റ്റ് ചെയ്യുന്നില്ല. പിന്നെ നമ്മളത് റിഡൻഡൻ്റ് ആയിട്ട് അല്ലെങ്കിൽ നമ്മളത് എന്താണ് അത് അൺനോൺ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ഫ്ലെക്സിബിലിറ്റി മെത്തേഡിൽ നമ്മൾ ഫോഴ്സസ് ആണല്ലോ അൺനോൺ ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ അൺനോൺ ആയിട്ട് നമ്മളത് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെ അത് ഇൻറ്റേർണൽ ഫോഴ്സ് കണ്ടുപിടിക്കുന്നതിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നില്ലെങ്കിൽ പിന്നെ നമ്മളത് എടുത്തിട്ട് നമ്മൾ സൊല്യൂഷൻ വെറുതെ ഡിഫിക്കൽട്ട് ആക്കേണ്ട, ലെങ്തി ആക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് അങ്ങനത്തെ റിയാക്ഷൻസ് അല്ലെങ്കിൽ അങ്ങനത്തെ മൊമെൻറ്റോ അങ്ങനത്തെ ആക്ഷൻസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കത് ഒമിറ്റ് ചെയ്ത് കളയാം, നമുക്കത് നെഗ്ലക്റ്റ് ചെയ്ത് കളയാൻ പറ്റും. അങ്ങനെ ഒമിറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ നെഗ്ലക്റ്റ് ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന സ്ട്രക്ചർ നമ്മൾ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സ്ട്രക്ചറാണ് പ്രൈമറി സ്ട്രക്ചർ അല്ലെങ്കിൽ അതിൻ്റെ അനാലിസിസ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഇൻറ്റേർണൽ ഫോഴ്സ് കമ്പോണൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പം കോൺട്രിബ്യൂട്ട് ചെയ്യുന്നില്ല, അതിനെ എഫക്റ്റ് ചെയ്യുന്ന ഫോഴ്സ് ഏതൊക്കെയാണോ അതിനെ മാത്രം കൺസിഡർ ചെയ്തിട്ട് നമ്മൾ വരക്കുന്ന സ്ട്രക്ചർ. ഓക്കെ, അത്രയാണ് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് it will be discovered that some of them will not contribute to internal force component such that two loads 4 kilonewton and 4 kilonewton meter at joint A. Joint A എന്ന് പറയുന്നത് ഒരു ഫിക്സ്ഡ് എൻഡ് ആണ്. അപ്പോൾ അവിടെ ഫിക്സ്ഡ് എൻഡിലുള്ള റിയാക്ഷനും അതുപോലെ തന്നെ 4 kilonewton റിയാക്ഷനും 4 kilonewton മീറ്റർ എന്ന് പറഞ്ഞ മൊമെൻറ്റും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നില്ല. അതുപോലെ വെർട്ടിക്കൽ ലോഡ് 12 kilonewton at joint B. joint Bയിലുള്ള 12 kilonewton വെർട്ടിക്കൽ റിയാക്ഷൻ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ വെർട്ടിക്കൽ ഡൗൺവേർഡ് ലോഡ് 8 kilonewton at joint C. joint Cയിലുള്ള വെർട്ടിക്കൽ ലോഡും ഇതിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നില്ല. സോ നമുക്ക് ഈ 4 ഫോഴ്സസിനെ നമുക്ക് ഒമിറ്റ് ചെയ്യാം. അതാണ് ഇവിടെ പറഞ്ഞത്. These 4 forces can be omitted without causing error to the solution. A structure obtained after removal of these load is known as analysis structure. മനസ്സിലായോ? The 4 forces can be omitted without causing error to the solution. The structure obtained after removal of this load is known as analysis structure or primary structure. അപ്പോൾ ഇങ്ങനെ കോൺട്രിബ്യൂട്ട് ചെയ്യാതെ ഫോഴ്സസിനെ നമുക്ക് നെഗ്ലക്റ്റ് ചെയ്ത് കളയാം. അപ്പോൾ അങ്ങനെ അത് ഒമിറ്റ് ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന സ്ട്രക്ചറിനെ നമ്മൾ പറഞ്ഞ പേരാണ് എന്ത്? അനാലിസിസ് സ്ട്രക്ചർ അല്ലെങ്കിൽ പ്രൈമറി സ്ട്രക്ചർ എന്നാണ് നമ്മളിതിനെ പറയുന്നത്. ഓക്കെ, അപ്പം ഇതാണ് നമ്മൾ ഇക്വലൻറ്റ് ജോയിൻ ലോഡ്. ഒരു പെർട്ടിക്കുലർ ബീമിൻ്റെയാണ് നമ്മൾ ഇക്വലൻറ്റ് ജോയിൻ ലോഡ് കണ്ടുപിടിച്ചിരിക്കുന്നത്.
അപ്പോൾ അതിൻ്റെ ഇക്വാലൻറ്റ് ജോയിൻ ഫിക്സ്ഡ് ആൻഡ് മൊമെൻറ്റ് കണ്ടുപിടിച്ചു, ദെൻ അതിൻ്റെ ഇക്വാലൻറ്റ് ജോയിൻ ലോഡ് കണ്ടുപിടിച്ചു. അപ്പോൾ ഇതൊക്കെയാണ് വരുന്നത്. അപ്പോൾ ഇവിടെ നോക്കുക, നമ്മുടെ ഇത് ഇക്വാലൻറ്റ് ജോയിൻ ലോഡ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് എന്താണ് ചെയ്യുന്നത്, ഇതിൽ ഇവിടെയുള്ളൊരു റിയാക്ഷൻ ഉണ്ട്, 4 kN മൊമെൻ്റ് ഉണ്ട്, kN/m, അത് നെഗ്ലക്റ്റ് ചെയ്തു. അതുപോലെ തന്നെ ഇവിടെ റിയാക്ഷൻ ഉണ്ട്, അത് നെഗ്ലക്റ്റ് ചെയ്തു. പിന്നെ ഇവിടെ ഒരു റിയാക്ഷൻ ഉണ്ട്, ഇവിടെ ഒരു റിയാക്ഷൻ ഉണ്ട്. അങ്ങനെ 4 ഫോഴ്സസ് നെഗ്ലക്റ്റ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താ, ഈ ഒരു എൻഡിൽ ഫോഴ്സസ് ഒന്നുമില്ല, എല്ലാം നമ്മൾ നെഗ്ലക്റ്റ് ചെയ്തു രണ്ടും. പിന്നെ ഇവിടെ ഒരു മൊമെൻ്റ് ഉണ്ട് 4 kN, അത് കൺസിഡർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു മൊമെൻ്റ് ഉണ്ട് 8 kN, അതും കൺസിഡർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ 2 ഫോഴ്സസിനെ മാത്രമേ നമ്മൾ സൊല്യൂഷൻ കണ്ടുപിടിക്കുക അല്ലെങ്കിൽ നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അതിനെ മാത്രമേ നമ്മൾ അൺനോൺ ആയിട്ട് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ആ ഒരു ഫോഴ്സിനെ മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്യണ്ടൂ ഫ്ലെക്സിബിലിറ്റി മെട്രിക്സ് മെത്തേഡിൽ. അപ്പോൾ ബാക്കി എല്ലാത്തിനും ഒമിറ്റ് ചെയ്ത് കളയാം. അപ്പോൾ അങ്ങനെ കിട്ടുന്ന സ്ട്രക്ചറിനെയാണ് നമ്മൾ അനാലിസിസ് സ്ട്രക്ചർ, അല്ലെങ്കിൽ നമ്മളതിനെ പ്രൈമറി സ്ട്രക്ചർ എന്നാണ് നമ്മളതിനെ വിളിക്കുന്നത്. ഓക്കെ, അതാണ് അനാലിസിസ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. നമുക്കതിനെ R1 R2, അതാണ് പിന്നെ നമുക്കതിന് സിസ്റ്റം കോർഡിനേറ്റ്സ് വെച്ചിട്ട് അല്ലെങ്കിൽ R1 R2 എന്ന് പറയുന്ന നമ്പർ വെച്ചിട്ട് ഡിനോട്ട് ചെയ്യാം, അല്ലെങ്കിൽ 1 2 3 എന്ന് പറഞ്ഞിട്ട് ഡിനോട്ട് ചെയ്യാം, അല്ലെങ്കിൽ R1 R2 എന്ന് പറഞ്ഞിട്ട് എങ്ങനെ വേണമെങ്കിലും ഡിനോട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ R1 എന്ന് കൊടുത്തു ഫസ്റ്റത്, നെക്സ്റ്റ് R2. ഏതാണോ നമ്മൾ അതിൻ്റെ ഡയറക്ഷൻ നമുക്ക് കിട്ടിയ ഇക്വാലൻ, അവിടെ വാല്യൂ നമുക്ക് അറിയാൻ പറ്റും, നമ്മൾ ഫിക്സ്ഡ് ആൻഡ് മൊമെൻറ്റ് കണ്ടുപിടിച്ചല്ലോ, ഇക്വാലൻ ജോയിൻ ലോഡ് കണ്ടുപിടിച്ചല്ലോ. അപ്പോൾ അത് സെയിം ഡയറക്ഷനിൽ R1 R2 നെയിം ചെയ്യുക. അതാണ് നമ്മൾ അൺനോൺസ് ആയിട്ട് കൺസിഡർ ചെയ്യേണ്ടത്. എന്നിട്ട് ആ അൺനോൺസിന് നമ്മൾ യൂണിറ്റ് വാല്യൂ, അതായത് നമ്മൾ ഫ്ലെക്സിബിലിറ്റി മെത്തേഡിൽ ആക്ച്വലി എന്താ ചെയ്യുന്നത്, ഫോഴ്സിന് യൂണിറ്റ് വാല്യൂ അപ്ലൈ ചെയ്തിട്ട് ഡിസ്പ്ലേസ്മെൻറ്റ് കണ്ടുപിടിക്കുകയല്ലേ ചെയ്യുന്നത്, അല്ലേ. ഡിസ്പ്ലേസ്മെൻറ്റ് പ്രൊഡ്യൂസ് ഡ്യൂ ടു യൂണിറ്റ് ഫോഴ്സ് ആണല്ലോ ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ യൂണിറ്റ് ഫോഴ്സിനെ കൊണ്ട് ഉണ്ടാകുന്ന ഡിസ്പ്ലേസ്മെൻ്റ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, അല്ലേ. അപ്പോൾ R1 R2 എന്ന് പറയുന്നത് ഇതാണ് യൂണിറ്റ് ഫോഴ്സ്. അതാണ് നമ്മൾ സിസ്റ്റം കോർഡിനേറ്റ്സ് ആയിട്ട് കൺസിഡർ ചെയ്യേണ്ടത്. അതാണ് നമ്മൾ ഫോഴ്സസ് ആയിട്ട്, അൺനോൺ ഫോഴ്സ് ആയിട്ട് നമ്മൾ എടുക്കേണ്ടത്. എന്നിട്ട് അതിന് യൂണിറ്റ് വാല്യൂ അപ്ലൈ ചെയ്തിട്ടാണ് നമ്മൾ മെട്രിക്സ് ഫോർമുലേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഇതാക്കുന്നതാണ് നമ്മൾ എന്ത് അനാലിസിസ് സ്ട്രക്ചർ. നമുക്കിതിപ്പം ഏതൊക്കെയാണ് ഇതിൻ്റെ എഫക്റ്റ് ചെയ്യുന്നത്, എഫക്റ്റ് ചെയ്യാത്തതെന്ന് എങ്ങനെ കണ്ടുപിടിക്കുന്നു നിങ്ങൾക്ക് ചിലപ്പോൾ ഡൗട്ട് ഉണ്ടാവും. ഓക്കെ, അപ്പം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ട് പറഞ്ഞു തരുന്നതാണ്. എന്ന് വെച്ചാൽ നമ്മുടെ ഡിഗ്രി ഓഫ് ഫ്രീഡം നോക്കുക, ഓരോ സപ്പോർട്ടിലെ ഡിഗ്രി ഓഫ് ഫ്രീഡം നോക്കുക. അതിൻ്റെ ഡിഗ്രി ഓഫ് ഫ്രീഡം ആയിരിക്കും എന്തായിട്ട് എടുക്കണ്ടേ, അതിൻ്റെ അനാലിസിസ് സ്ട്രക്ചറായിട്ട് നമ്മൾ എടുക്കേണ്ടത്. ഇവിടെ തന്നെ നോക്കുക, ഫിക്സ്ഡ് ആൻഡ് മൊമെൻറ്റ്. ഈ ഫിക്സ്ഡ് ആൻഡ് മൊമെൻറ്റ് ഡിഗ്രി ഓഫ് ഫ്രീഡം ഉണ്ടോ? ഫിക്സ്ഡ് ആൻഡ് മൊമെൻറ്റ് കൈനമാറ്റിക് ഇൻഡിറ്റർമിനൻസിലെ ഡിഗ്രി ഓഫ് ഫ്രീഡം എന്താ, 0 അല്ലേ പഠിച്ചിരിക്കുന്നത്, 0 ആണ്. അപ്പോൾ അവിടെ നമ്മൾ സിസ്റ്റം കോർഡിനേറ്റ് അല്ലെങ്കിൽ അനാലിസിസ് സ്ട്രക്ചറിൽ അവിടെ റിയാക്ഷൻസ് കൺസിഡർ ചെയ്യേണ്ട. അതുപോലെ തന്നെ റോളർ നോക്കുക, റോളറിൻ്റെ ഡിഗ്രി ഓഫ് ഫ്രീഡം എന്തൊക്കെയാണ്, റോളർ അല്ലെങ്കിൽ ഹിഞ്ച്, അതിൻ്റെ ഡിഗ്രി ഓഫ് ഫ്രീഡം എന്താ, ഫ്രീ ആയിട്ടുള്ളത്. മൊമെൻറ്റ് എന്തൊക്കെ റിയാക്ഷൻസ് ഉള്ളത്, അതിന് റൊട്ടേഷൻ മൊമെൻറ്റും ഉണ്ട്, അതുപോലെ തന്നെ ഹൊറിസോണൽ റിയാക്ഷൻ ഉണ്ടാവും, അല്ലേ. റൊട്ടേഷനും ഉണ്ടാവും, ഹൊറിസോണൽ റിയാക്ഷൻ ഉണ്ടാവും പെർട്ടിക്കുലർ ഹിഞ്ച് റോളർ സപ്പോർട്ടിന്. പക്ഷേ ഹൊറിസോണൽ റിയാക്ഷൻ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ബീമിൻ്റെ കേസിൽ, അല്ല ഹൊറിസോണ്ടൽ അല്ല, സോറി റോളർ സപ്പോർട്ടിൻ്റെ കേസിൽ ഫ്രീ ആയിട്ടുള്ളത്. റോളർ സപ്പോർട്ടിൻ്റെ കേസിൽ ഡിഗ്രി ഓഫ് ഫ്രീഡം വെച്ചാൽ ഫ്രീ ആയിട്ടുള്ളത്. ഇനി റിയാക്ഷൻ വെർട്ടിക്കൽ റിയാക്ഷനാണ് ഉണ്ടാവുക. അപ്പോൾ അതിന് ഫ്രീ ആയിട്ട് പറയുമ്പോൾ റൊട്ടേഷനും ഹൊറിസോണ്ടൽ ലോഡും. അപ്പോൾ ഹൊറിസോണ്ടൽ ലോഡ് നമ്മൾ ബീം ആയതുകൊണ്ട് കൺസിഡർ ചെയ്യേണ്ട. അപ്പോൾ അതിൻ്റെ കേസിൽ വരുന്നത് മൊമെൻറ്റ് മാത്രമാണ്. അപ്പോൾ അതിൻ്റെ മൊമെൻറ്റ് നമ്മൾ അനാലിസിസ് സ്ട്രക്ചറിനകത്ത് അൺനോൺ ആയിട്ട് എടുക്കണം, R1 എന്നുള്ള നെയിം കൊടുത്തിട്ട് നമ്മൾ എടുക്കുക. അതുപോലെ ഇവിടെ അതുപോലെ തന്നെ റോളറാണ്, മൊമെൻറ്റ് വരും, അപ്പോൾ അതും എടുക്കുക. ഓക്കെ, അങ്ങനെയാണ് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത് ഏതൊക്കെ ഫോഴ്സാണ് അനാലിസിസ് സ്ട്രക്ചറിൽ എടുക്കേണ്ടതെന്ന് നോക്കേണ്ടത്. അപ്പോൾ ആ ഒരു പെർട്ടിക്കുലർ സപ്പോർട്ടിൻ്റെ ഡിഗ്രി ഓഫ് ഫ്രീഡം നോക്കിയിട്ട് അതിന് നമ്മൾ ആ ഒരു പെർട്ടിക്കുലർ ഡിഗ്രി ഓഫ് ഫ്രീഡം കൺസിഡർ ചെയ്യുക. ഓക്കെ, ഇവിടെ ബീം ആയതുകൊണ്ട് ഹൊറിസോണൽ റിയാക്ഷൻ കൺസിഡർ ചെയ്യുന്നില്ല, സോ മൊമെൻറ്റ് മാത്രം വന്നു. ഓക്കെ, അങ്ങനെയാണ് ചെയ്യേണ്ടത്. അതിനാണ് നമ്മൾ അനാലിസിസ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇനി നമുക്ക് എങ്ങനെയാണ് ഫ്ലെക്സിബിലിറ്റി മെത്തേഡ് വെച്ചിട്ട് അനലൈസ് ചെയ്യാൻ നമുക്ക് നോക്കാം. അതിൻ്റെ സ്റ്റെപ്പ് എന്താണെന്ന് നോക്കാം. ഓക്കെ, ഒരു 9 സ്റ്റെപ്പ് ഉണ്ട് ഇതിൽ. അപ്പോൾ ഓരോ സ്റ്റെപ്പ് എന്താണെന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫൈൻഡ് ഔട്ട് സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനൻസി ഓഫ് ദ ഗിവൺ സ്ട്രക്ചർ ആൻഡ് ചൂസ് ദ റിഡൻഡൻറ്റ്. അതായത് അനാലിസിസ് ഓഫ് ഇൻഡിറ്റർമിനേറ്റ് സ്ട്രക്ചർ ബൈ ഫ്ലെക്സിബിലിറ്റി മെട്രിക്സ് മെത്തേഡ്. ഫ്ലെക്സിബിലിറ്റി മെട്രിക്സ് മെത്തേഡ് വെച്ച് നമുക്ക് ഇൻഡിറ്റർമിനേറ്റ് സ്ട്രക്ചറിനെ എങ്ങനെ അനലൈസ് ചെയ്യുന്നതാണ് പറയുന്നത്. ഓക്കെ, ഈ ഫ്ലെക്സിബിലിറ്റി മെട്രിക്സ് മെത്തേഡിൽ വെച്ചിട്ട് ഡിറ്റർമിനേറ്റ് സ്ട്രക്ചറിനെ ഇൻഡിറ്റർമിനേറ്റ് സ്ട്രക്ചറിനെ അനലൈസ് ചെയ്യാൻ ഡിഫറെൻറ്റ് സ്റ്റെപ്സ് ആണ് കേട്ടോ. നമ്മളിതിൽ ഇൻഡിറ്റർമിനേറ്റ് സ്ട്രക്ചർ ആണ് മെയിനായിട്ട് പഠിക്കേണ്ടത്. ലാസ്റ്റോട്ട് സമയം ഉണ്ടെങ്കിൽ ഞാൻ ഡിറ്റർമിനേറ്റ് സ്ട്രക്ചർ കൂടി പറഞ്ഞുതരാം. ചിലപ്പോൾ അതായത് ചോദിച്ചിട്ടുണ്ടെങ്കിലോ അതുകൂടി പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ഇപ്പം നമുക്ക് ഇൻഡിറ്റർമിനേറ്റ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫൈൻഡ് ഔട്ട് ദ സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനൻസി ഓഫ് ദ
ഗിവൺ സ്ട്രക്ചർ ആൻഡ് ചൂസ് റിഡൻഡൻറ്റ്. അപ്പോൾ നിങ്ങൾക്ക് സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനസി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻസ് ഓൾറെഡി പഠിപ്പിച്ചിട്ടുണ്ട് സെക്കൻഡ് മോഡ്യൂളിൽ. അപ്പോൾ തന്നിരിക്കുന്ന സ്ട്രക്ചറിൻ്റെ സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനസി കണ്ടുപിടിക്കുക. ബീമായാലും ഫ്രെയിം ആയാലും എന്തായാലും ഡ്രസ് ആണെങ്കിലും അതിൻ്റെ സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനസി കണ്ടുപിടിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, റിഡൻഡൻറ്റ് ഏതാണെന്ന് ചൂസ് ചെയ്യുക. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഇനി സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്, ഫൈൻഡ് ഔട്ട് ഇക്വാലൻറ്റ് ജോയിൻ ലോഡ് ആൻഡ് ഫോർമുലേറ്റ് ഫോഴ്സ് മെട്രിക്സ് ഓർ എക്സ്റ്റേണൽ ലോഡ് മെട്രിക്സ് ആർ. ഇക്വാലൻറ്റ് ജോയിൻ ലോഡ് കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ ഫോഴ്സ് മെട്രിക്സ് അല്ലെങ്കിൽ എക്സ്റ്റേണൽ ലോഡ് മെട്രിക്സ് ഫോം ചെയ്യാം. അത് എക്സ്റ്റേണൽ ലോഡ് മെട്രിക്സ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ നേരത്തെ വേണ്ടത് വിട്ടതാണ് പറയാൻ. അതായത് നമ്മൾ ഈ അനാലിസിസ് സ്ട്രക്ചറില്ലേ, ഈ അനാലിസിസ് സ്ട്രക്ചറിൽ നമ്മൾ R1 R2 എന്ന് പറഞ്ഞ എന്താണ് സിസ്റ്റം കോർഡിനേറ്റ്സ് കൺസിഡർ ചെയ്തല്ലോ. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇക്വാലൻറ്റ് ജോയിൻ ലോഡിൻ്റെ വാല്യൂ ആണ് എന്ത്, ഇതിൻ്റെ റിഡൻഡൻറ്റ് മെട്രിക്സ് അല്ലെങ്കിൽ എക്സ്റ്റേണൽ ലോഡ് മെട്രിക്സ് ക്യാപിറ്റൽ R എന്ന് പറയുന്നത്. അതാണ് മെട്രിക്സ് R എന്ന് പറഞ്ഞിട്ട് നമ്മളിവിടെ 4/8 എന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട്. അതായത് R1 കറസ്പോണ്ടിങ് ആയിട്ടുള്ള മൊമെൻറ്റിൻ്റെ വാല്യൂ, അവിടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫോഴ്സിൻ്റെ വാല്യൂ, അവിടെ മൊമെൻ്റാണ് R1, അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് 4 വരും. ദെൻ R2 കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ 8 ആണ്, അത് 8 വന്നു. ഓക്കെ, അതാണ് നമ്മളെ എക്സ്റ്റേണൽ ലോഡ് മെട്രിക്സ് എന്ന് പറയുന്ന സംഭവം. ഓക്കെ, അപ്പം ഇക്വലൻറ്റ് ജോയിൻ ലോഡ് കണ്ടുപിടിക്കുക, എന്നിട്ട് അതിൻ്റെ എക്സ്റ്റേണൽ ലോഡ് മെട്രിക്സ് ഫോർമുലേറ്റ് ചെയ്യുക. അതാണ് സെക്കൻഡ് സ്റ്റെപ്പ്. ആൻഡ് തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫോർമുലേഷൻ ഓഫ് അനാലിസിസ് സ്ട്രക്ചർ, എലിമെൻറ്റ് കോർഡിനേറ്റ്, സ്ട്രക്ചർ കോർഡിനേറ്റ് ആൻഡ് സിസ്റ്റം കോർഡിനേറ്റ്. അനാലിസിസ് സ്ട്രക്ചർ ഫോം ചെയ്യുക, അതിൻ്റെ എലിമെൻറ്റ് കോർഡിനേറ്റ് കണ്ടുപിടിക്കുക, സ്ട്രക്ചർ കോർഡിനേറ്റ് കണ്ടുപിടിക്കുക, ദെൻ സിസ്റ്റം കോർഡിനേറ്റ് കണ്ടുപിടിക്കുക. ഇതൊക്കെയാണ് ചെയ്യേണ്ടത്. അനാലിസിസ് സ്ട്രക്ചർ എന്താണെന്ന് ഓൾറെഡി പറഞ്ഞു. അപ്പോൾ അനാലിസിസ് സ്ട്രക്ചർ ആദ്യം ഫോം ചെയ്യുക. എന്നിട്ട് അതാണ് ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, ഒരു ബീമിൻ്റെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, കണ്ടിന്യൂസ് ബീമിൻ്റെ. അതിൻ്റെ കേസിൽ R1 R2 R3 എന്നാണ് അത് ഉള്ള ഫോഴ്സ്. അപ്പോൾ ഇതായിരിക്കും അതിൻ്റെ അനാലിസിസ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതിൻ്റെ സ്ട്രക്ചർ കോർഡിനേറ്റ് കണ്ടുപിടിക്കണം. സ്ട്രക്ചർ കോർഡിനേറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ നേരത്തെ ചെയ്ത പോലെ അതിന് ഫസ്റ്റ് നമ്മൾ റിഡൻഡൻറ്റ് ചൂസ് ചെയ്യുന്നില്ല. സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനസി കണ്ടുപിടിച്ച് റിഡൻഡൻറ്റ് ഏതാണെന്ന് ചൂസ് ചെയ്തല്ലോ. അപ്പോൾ ആ റിഡൻഡൻറ്റ് വരച്ചിട്ടുള്ള സ്ട്രക്ചറാണ് നമ്മളതിൻ്റെ എന്ത് പറയുന്നത്, സ്ട്രക്ചർ കോർഡിനേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് അതിൻ്റെ സ്ട്രക്ചർ കോർഡിനേറ്റ്. ഇതിൻ്റെ കേസിൽ സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനസി 1 ആണ് വരിക. ഇക്വേഷൻ ബീമിൻ്റെ കേസിൽ R - n, റിയാക്ഷൻസ് 3 - 2 1 ആണ് സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനസി വരുന്നത്. അപ്പോൾ ഒരു റിഡൻഡൻറ്റ്, ഞാനിവിടെ സെൻറ്ററിലുള്ള റിയാക്ഷനെ റിഡൻഡൻ്റ് ആയിട്ട് എടുത്തു, ഒരു റിഡൻഡൻറ്റ്. അപ്പോൾ ആ റിഡൻഡൻറ്റിന് x1 എന്നാണ് നമ്മൾ വാല്യൂ കൊടുക്കുക. രണ്ടാണ് സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനസി എങ്കിൽ x1 x2 എന്ന് വാല്യൂ കൊടുക്കുക. എന്നിട്ട് ആ പെർട്ടിക്കുലർ ബീമിനെ വരച്ചിട്ടാകുമ്പോൾ നമുക്ക് കിട്ടുന്ന സ്ട്രക്ചറിനെ പറയുന്ന പേരാണ് അതിൻ്റെ സ്ട്രക്ചർ കോർഡിനേറ്റ്. ഇതൊക്കെ എന്താണെന്ന് ഓൾറെഡി കഴിഞ്ഞ മൊഡ്യൂളിൽ പറഞ്ഞിട്ടുണ്ട്. സ്ട്രക്ചർ കോർഡിനേറ്റ്, അനാലിസിസ് സ്ട്രക്ചറായി സ്ട്രക്ചർ കോർഡിനേറ്റ്. ഇനി എലിമെൻറ്റ് കോർഡിനേറ്റ് എന്ന് വെച്ചാൽ ഇതൊരു 2 സ്പാൻ ബീമാണ്. അപ്പോൾ ഓരോ സ്പാനിലും 2 എലിമെൻറ്റ് കോർഡിനേറ്റ്സ് ഉണ്ടാവും. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് കഴിഞ്ഞ മോഡ്യൂളിൽ കേട്ടോ. അപ്പോൾ ഒരു സ്പാൻ, ഫസ്റ്റ് സ്പാൻ, സെക്കൻഡ് സ്പാൻ. അപ്പോൾ ഫസ്റ്റ് സ്പാനിൽ 2 എലിമെൻറ്റ് കോർഡിനേറ്റ്, അതുപോലെ സെക്കൻഡ് സ്പാനിൽ 2 എലിമെൻറ്റ് കോർഡിനേറ്റ്. അപ്പോൾ നമ്മൾ അതിനെ നെയിം ചെയ്യുക എലിമെൻറ്റ് കോർഡിനേറ്റിന് 1 2 3 4 എന്നാണ്. എലിമെൻറ്റ് കോർഡിനേറ്റ് ഉദ്ദേശിക്കുന്ന ആ പർട്ടിക്കുലർ ബീമിൻ്റെ എൻഡിലെ മൊമെൻറ്റ്സിനെയാണ് നമ്മൾ എലിമെൻറ്റ് കോർഡിനേറ്റ് ആയിട്ട് എടുക്കുന്നത്. എൻഡിലെ മൊമെൻ്റാണ് നമ്മളിതിൽ എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ 1 2 3 4 എന്ന് നെയിം ചെയ്യുക അതിനെ. അതാണ് എലിമെൻറ്റ് കോർഡിനേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതിലെ സ്ട്രക്ചർ കോർഡിനേറ്റും അതുപോലെ തന്നെ അനാലിസിസ് സ്ട്രക്ചറിനകത്തുള്ള റിയാക്ഷൻസും കൂടി കമ്പൈൻ ചെയ്തിട്ട് വരച്ചിട്ട് നമുക്ക് കിട്ടുന്നതാണ് സിസ്റ്റം കോർഡിനേറ്റ്. അതിനെന്തുകൊണ്ടാണ് സിസ്റ്റം കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത് വെച്ചാൽ നമ്മൾ ഇതൊക്കെയാണ് നമ്മളിവിടെ അൺനോൺസ് ആയിട്ട് എടുക്കുന്നത്. ഈ റിയാക്ഷൻസ്, ഈ x1 എന്ന് പറയുന്ന റിയാക്ഷനും R1 R2 R3 എന്ന് പറയുന്ന മൊമെൻറ്റും ആണ്. ഇതാണ് നമ്മൾ എന്തായിട്ട് എടുക്കുന്നത്, അൺനോൺസ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അതിനാണ് നമ്മൾ യൂണിറ്റ് വാല്യൂ അപ്ലൈ ചെയ്യുന്നത്. എന്നിട്ടാണ് നമ്മൾ അനാലിസിസ് ചെയ്യുന്നത്. ഓക്കെ, അതാണ് സിസ്റ്റം കോർഡിനേറ്റ് എന്ന് പറയുന്നത്. അതായത് അനാലിസിസ് സ്ട്രക്ചറിലെ എന്താണ് അൺനോൺ ഫോഴ്സസും അതുപോലെ തന്നെ റിഡൻഡൻസി ആയിട്ട് കൺസിഡർ ചെയ്ത് ഇതാണ് നമ്മൾ റിഡൻഡൻ്റ് ആയിട്ട് എടുത്തിട്ടുള്ളത്. ആ സ്ട്രക്ചർ കോർഡിനേറ്റിനെ കൂടി ഒരുമിച്ച് കമ്പൈൻ ചെയ്തിട്ട് നമുക്ക് വരച്ച് കിട്ടുന്നതാണ് സിസ്റ്റം കോർഡിനേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് നമ്മളെ തേർഡ് സ്റ്റെപ്പ്. ആദ്യം അനാലിസിസ് സ്ട്രക്ചർ ഫോർമുലേറ്റ് ചെയ്യുക, ദെൻ അതിനുശേഷം സ്ട്രക്ചർ കോർഡിനേറ്റ്, ദെൻ എലിമെൻറ്റ് കോർഡിനേറ്റ്, ലാസ്റ്റ് കമ്പൈൻ ചെയ്തിട്ട് സിസ്റ്റം കോർഡിനേറ്റ് കൂടി വരക്കാം. അതാണ് തേർഡ് സ്റ്റെപ്പ്. ഇനി നമുക്ക് ഫോർത്ത് സ്റ്റെപ്പ് എന്താണെന്ന് നോക്കാം. ഫോർത്ത് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫോർമുലേഷൻ ഓഫ് അൺഅസംബിൾഡ് ഫ്ലെക്സിബിലിറ്റി മെട്രിക്സ് എഫ്. For that, first find out element flexibility matrix of each member Fe and formulate F by placing Fe along diagonal. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഫ്ലെക്സിബിലിറ്റി മെട്രിക്സ്, അൺഅസംബിൾഡ് ഫ്ലെക്സിബിലിറ്റി മെട്രിക്സ് ഫോർമുലേറ്റ് ചെയ്യുന്നതാണ് അടുത്ത സ്റ്റെപ്പ്.
അതായത് ഫ്ലെക്സിബിലിറ്റി മെട്രിക്സ് എന്ന് പറയുന്നത് എഫ് മെട്രിക്സ് ഫോർമുലേറ്റ് ചെയ്യുക. എങ്ങനെയാണ് ഫോർമുലേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് എഫ് മെട്രിക്സ്? ഓരോ എലിമെൻറ്റിൻ്റെയും എലിമെൻറ്റ് ഫ്ലെക്സിബിലിറ്റി മെട്രിക്സ് എഫ് ഇ നമ്മൾ ആദ്യം ഫോർമുലേറ്റ് ചെയ്യുക. എന്നിട്ട് എഫ് ഇ മെട്രിക്സിനെ നമ്മൾ ഡയഗണലി പ്ലേസ് ചെയ്യുക. എന്നിട്ട് നമുക്ക് കിട്ടുന്ന മെട്രിക്സ് ആയിരിക്കും എന്ത്? എഫ് മെട്രിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ എഫ് ഇ മെട്രിക്സ് എന്ന് പറയുന്നത് എലിമെൻറ്റ് ഫ്ലെക്സിബിലിറ്റി മെട്രിക്സ്. അതായത് ഒരു പെർട്ടിക്കുലർ ബീമിൻ്റെ അകത്ത് എത്ര എലിമെൻറ്റ്സ് ഉണ്ട്, എത്ര മെമ്പർ ഉണ്ട് നോക്കുക. ആ ഒരു ഓരോ മെമ്പറിൻ്റെ എലിമെൻറ്റ് ഫ്ലെക്സിബിലിറ്റി മെട്രിക്സ്. നമ്മളിവിടെ നേരത്തെ കാണിച്ച ബീമിൽ 2 എലിമെൻ്റ് ആണുള്ളത്. അപ്പോൾ ആ 2 എലിമെൻറ്റിൻ്റെയും ഫസ്റ്റ് മെമ്പറിൻ്റെ 2 മെമ്പറാണുള്ളത്. 2 മെമ്പറിൻ്റെയും ഓരോ മെമ്പറിലും എടുക്കുക. അപ്പോൾ ഫസ്റ്റ് മെമ്പറിൻ്റെ എലിമെൻറ്റ് ഫ്ലെക്സിബിലിറ്റി മെട്രിക്സ് നമ്മൾ FE1 എന്ന് നെയിം ചെയ്യുക. ദെൻ സെക്കൻഡ് മെമ്പറിൻ്റെ എലിമെൻറ്റ് ഫ്ലെക്സിബിലിറ്റി മെട്രിക്സിനെ FE2 എന്ന് നെയിം ചെയ്യുക. എന്നിട്ട് ആ 2 മെട്രിക്സിന് നമ്മൾ ഡയഗണലിൽ പ്ലേസ് ചെയ്യാം. എന്നിട്ട് നമുക്ക് കിട്ടുന്ന മെട്രിക്സാണ് അതിൻ്റെ എന്ത്? എഫ് മെട്രിക്സ് എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ എലിമെൻറ്റ് ഫ്ലെക്സിബിലിറ്റി മെട്രിക്സ് FE എന്ന് പറയുന്ന മെട്രിക്സ് എന്താണെന്നായിരിക്കും നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവുക. FE എന്ന് പറയുന്ന മെട്രിക്സ് എന്ന് പറയുന്നത് നമ്മൾ എലിമെൻറ്റ് കോർഡിനേറ്റ് ഏതാണോ നമ്മൾ കൺസിഡർ ചെയ്ത്, നമ്മൾ മെമ്പറിലെ നമ്മൾ എലിമെൻറ്റ് കോർഡിനേറ്റ്സ് ആയിട്ട് 2 എൻഡിലെയും മൊമെൻറ്റിനാണ് നമ്മൾ കൺസിഡർ ചെയ്ത് എലിമെൻറ്റ് കോർഡിനേറ്റ് ആയിട്ട് അല്ലേ. നമ്മളിങ്ങനെയല്ല എടുത്തിരിക്കുന്നത്. 1, 2 എന്ന് പറഞ്ഞാൽ മൊമെൻറ്റിനെയാണ് നമ്മൾ എലിമെൻറ്റ് കോർഡിനേറ്റ് ആയിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ മൊമെൻറ്റിനെ എലിമെൻറ്റ് കോർഡിനേറ്റ് ആയിട്ട് എടുക്കുമ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള അതിൻ്റെ ഫ്ലെക്സിബിലിറ്റി മെട്രിക്സ് നമ്മൾ ഓൾറെഡി കഴിഞ്ഞ മൊഡ്യൂളിൽ ഡിറൈവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇക്വേഷൻ ഇവിടെയുള്ള മൊമെൻ്റ് ആണ് നമ്മളെ സിസ്റ്റം കോർഡിനേറ്റ് എങ്കിൽ, അല്ലെങ്കിൽ മൊമെൻ്റ് ആണ് നമ്മൾ അൺനോൺ ഫോഴ്സ് അല്ലെങ്കിൽ സിസ്റ്റം കോർഡിനേറ്റ് എങ്കിൽ നമ്മൾ ഡിറൈവ് ചെയ്ത് വെച്ച മെട്രിക്സ് എന്ന് പറയുന്നത് ഇതാണ്. F is equal to L/6EI 2 - 1 - 1 2. എല്ലാവരും ബുക്കൊന്ന് മറിച്ച് നെക്സ്റ്റ് മൊഡ്യൂളൊന്ന് എടുത്ത് നോക്കുക. അതിനകത്ത് 2 ഡെറിവേഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. L/6EI 2 - 1 - 1 2 ആണ് ഇതിൻ്റെ എലിമെൻറ്റ് ഫ്ലെക്സിബിലിറ്റി മെട്രിക്സ് വരുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് 2 എലിമെൻറ്റ്, ഇതാണ് എലിമെൻറ്റ് ഫ്ലെക്സിബിലിറ്റി മെട്രിക്സ്. 2 മെമ്പർ ഉള്ളതുകൊണ്ട് FE1 FE2 ഓരോ മെമ്പറിൻ്റെ ലെങ്ത്തും അതിൻ്റെ EI ചേഞ്ച് ഉണ്ടെങ്കിൽ അതും, റിജിഡിറ്റി മോഡുലസ് ഓഫ് റിജിഡിറ്റിയും മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടെങ്കിൽ അതൊക്കെ ഇട്ടിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഈ വാല്യൂ FEൻ്റെ മെട്രിക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക. എന്നിട്ട് അത് ഡയഗണലി 2 മെട്രിക്സും FE1 FE2 കണ്ടുപിടിക്കുക. അത് ഡയഗണലി പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എഫ് മെട്രിക്സ് കിട്ടും. പ്രോബ്ലം ചെയ്യുമ്പോൾ കുറച്ചുകൂടി മനസ്സിലാവും എങ്ങനെയാണെന്നുള്ള കാര്യം. ഓക്കെ, അതാണ് നമ്മുടെ 4th സ്റ്റെപ്പ്. ഇനി 5th സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫോർമുലേഷൻ ഓഫ് ഫോഴ്സ് ട്രാൻസ്ഫോർമേഷൻ മെട്രിക്സ് ബി. ഫോഴ്സ് ട്രാൻസ്ഫോർമേഷൻ മെട്രിക്സ് ബി ഫോർമുലേറ്റ് ചെയ്യാണ് ചെയ്യേണ്ടത്. ഫോഴ്സ് ട്രാൻസ്ഫോർമേഷൻ മെട്രിക്സ് ബി എന്ന് പറയുന്നത് മെട്രിക്സ് ബീൻ്റെ അകത്ത് BR മെട്രിക്സും ഉണ്ടാവും, അതുപോലെ തന്നെ BX മെട്രിക്സും ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഈ BR മെട്രിക്സും BX മെട്രിക്സും എന്താണെന്ന് നമുക്ക് നോക്കാം. BR മെട്രിക്സിൻ്റെ അകത്തുള്ള എലിമെൻറ്റ്സ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ സിസ്റ്റം എന്താണ് നമ്മൾ പ്രൈമറി സ്ട്രക്ചർ കൺസിഡർ ചെയ്യും. ഇപ്പോൾ R1 R2 എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഈ R1ഉം R2നും യൂണിറ്റ് വാല്യൂ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് ഈ ഓരോ എലിമെൻറ്റിൻ്റെയും ഓരോ മെമ്പറിൻ്റെയും എലിമെൻറ്റ് കോർഡിനേറ്റ് എന്താണോ കിട്ടുന്നത് അതായിരിക്കും BR മെട്രിക്സിൻ്റെ അകത്തുള്ള മെമ്പേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായ? അതായത് നമ്മൾ പ്രൈമറി സ്ട്രക്ചറിൻ്റെ അകത്ത് R1 R2 എന്ന് നെയിം ചെയ്തതിൽ ഈ R1നും യൂണിറ്റ് വാല്യൂ അപ്ലൈ ചെയ്യുക, എന്നിട്ട് R2നും യൂണിറ്റ് വാല്യൂ അപ്ലൈ ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് നമ്മൾ R1ന് യൂണിറ്റ് വാല്യൂ അപ്ലൈ ചെയ്യുക. എന്നിട്ട് R1ന് യൂണിറ്റ് വാല്യൂ അപ്ലൈ ചെയ്യുമ്പോൾ R1ന് നമ്മൾ യൂണിറ്റ് വാല്യൂ കൊടുക്കുമ്പോൾ നമുക്ക് നമ്മൾ എലിമെൻറ്റ് കോർഡിനേറ്റ് ആയിട്ട് നമ്മൾ R1ന് നമ്മൾ യൂണിറ്റ് വാല്യൂ കൊടുക്കുക. അപ്പോൾ നമ്മൾ എലിമെൻറ്റ് കോർഡിനേറ്റ് ഇവിടെ 1 എടുത്തിട്ടുണ്ട്, അതുപോലെ ഇവിടെ 2 എടുത്തിട്ടുണ്ട് അല്ലേ. ഇതെല്ലാം എലിമെൻറ്റ് കോർഡിനേറ്റ് ഫസ്റ്റ് മെമ്പറിൻ്റെ. അപ്പോൾ ഈ R1ന് യൂണിറ്റ് വാല്യൂ കൊടുക്കുമ്പോൾ ഈ 1ന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് കിട്ടുന്ന മൊമെൻറ്റ് എന്താണ്? അത് എലിമെൻറ്റ് കോർഡിനേറ്റ് 1ന് കിട്ടുന്ന മൊമെൻറ്റ് അല്ലേ സിസ്റ്റം കോർഡിനേറ്റ് എടുത്തത്, എലിമെൻറ്റ് കോർഡിനേറ്റ് ആയിട്ട് എടുത്തിരിക്കുന്നത് ഇവിടെ. അതുപോലെ തന്നെ സെക്കൻഡ് എലിമെൻറ്റ് കോർഡിനേറ്റും മൊമെൻ്റാണ്. അപ്പോൾ അതിൻ്റെ കറസ്പോണ്ടിങ് വാല്യൂ എത്രയാണോ അത്. അതുപോലെ തന്നെ നമ്മളെ സെക്കൻഡ് മെമ്പറിൻ്റെ 3rd-ഉം 4th-ഉം എലിമെൻറ്റ് കോർഡിനേറ്റ് അതിൻ്റെ വാല്യൂ എന്താണെന്ന് നോക്കുക. ആ ഒരു പെർട്ടിക്കുലർ മെട്രിക്സ് നമ്മളിങ്ങനെ കോളം വൈസ് ചെയ്തോ. ഓക്കെ, R1ന് 1 കൊടുക്കുമ്പോൾ അതായിരിക്കും നമ്മൾ എന്ത് വരുന്നത്? BR മെട്രിക്സിൻ്റെ അകത്ത് വരിക. ഇനി R2ന് 1 കൊടുക്കുക. പെർട്ടിക്കുലർ സെയിം ഇതിന് ഓരോ എലിമെൻറ്റ് കോർഡിനേറ്റിൻ്റെയും വാല്യൂ എന്താണെന്ന് നോക്കുക. അതായിരിക്കും എന്ത് വരുന്നത്? അതിൻ്റെ അകത്തുള്ള മെമ്പർ വരുന്നത്. അങ്ങനെയാണ് BR മെട്രിക്സ് കിട്ടുക. ഇനി BX മെട്രിക്സ് ആണെങ്കിൽ നമ്മൾ റിഡൻഡൻറ്റ് ഫോഴ്സ് ഇല്ലേ, X1 എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൺസിഡർ ചെയ്തിട്ടില്ലേ നേരത്തെ, റിയാക്ഷൻ X1 എന്ന് എടുത്തിട്ടില്ലേ ഈ ഒരു പർട്ടിക്കുലർ ഇവിടെ X1 എന്ന് എടുത്തില്ല. അപ്പോൾ അതിന് യൂണിറ്റ് വാല്യൂ അപ്ലൈ ചെയ്തിട്ട് ഈ ഓരോ മെമ്പറിലും ഓരോ എലിമെൻറ്റ് കോർഡിനേറ്റും എന്താണെന്ന് കണ്ടുപിടിക്കുക. അതാണ് ചെയ്യേണ്ടത്. അങ്ങനെയാണ് BR മെട്രിക്സും BX മെട്രിക്സും നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അത് പഠിക്കുക, പ്രോബ്ലം ചെയ്യുമ്പോൾ മനസ്സിലാവും. അല്ലെങ്കിൽ നെക്സ്റ്റ് ഫോഴ്സ് ട്രാൻസ്ഫോർമേഷൻ മെട്രിക്സ് കണ്ടുപിടിക്കുന്ന മാത്രം ഒരു വീഡിയോ ഇട്ടുതരാം. അതാണ് നിങ്ങൾ ഈ ഫ്ലെക്സിബിലിറ്റി മെട്രിക്സിൽ നിങ്ങൾക്ക് തെറ്റാൻ ചാൻസ് എന്ന് പറയുന്നത് ആ ഫോഴ്സ് ട്രാൻസ്ഫോർമേഷൻ മെട്രിക്സ് ഫോർമുലേറ്റ് ചെയ്യുന്ന സ്റ്റെപ്പാണ് തെറ്റുക.
അവിടെയാണ് എല്ലാവർക്കും തെറ്റ് വരുന്നത്. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആദ്യം നമുക്ക് കുറച്ച് 2-3 പ്രോബ്ലംസ് അതിൻ്റെ ചെയ്ത് നോക്കാം. അതിൻ്റെ മാത്രം ഫോർമുലേഷൻ ഓഫ് ഫോഴ്സ് ട്രാൻസ്ഫോർമേഷൻ മെട്രിക്സ്, അതിനുശേഷം നമുക്ക് ഫ്ലെക്സിബിലിറ്റി മെട്രിക്സ് വെച്ച് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഒരു ഐഡിയ മനസ്സിലാക്കുക. ബി മെട്രിക്സിൻ്റെ അകത്ത് ഫോഴ്സ് ട്രാൻസ്ഫോർമേഷൻ മെട്രിക്സിൽ BR മെട്രിക്സും BX മെട്രിക്സും ഉണ്ടാവും. ദെൻ BR മെട്രിക്സ് എന്ന് പറയുന്നത് സിസ്റ്റം കോർഡിനേറ്റ്സിന് R1 R2 R3ക്ക് യൂണിറ്റ് വാല്യൂ അപ്ലൈ ചെയ്തിട്ട് R1 R2 R3ക്ക് യൂണിറ്റ് വാല്യൂ അപ്ലൈ ചെയ്തിട്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് കിട്ടുന്ന എലിമെൻറ്റ് കോർഡിനേറ്റ്സ് എന്ന് വെച്ചാൽ 1 2 3 4 നമ്പർ ചെയ്യുന്നത് അതിൻ്റെ വാല്യൂസ്. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്റ്റെപ്പ് 6 എന്ന് പറയുന്നത് ഫോർമുലേഷൻ ഓഫ് എക്സ് മെട്രിക്സ്. എക്സ് മെട്രിക്സ് എന്ന് പറയുന്നത് റിഡൻഡൻറ്റ് കമ്പോണൻറ്റ് മെട്രിക്സ് അല്ലെങ്കിൽ റിലേറ്റീവ് അൺനോൺ റിയാക്റ്റീവ് കമ്പോണൻറ്റ് മെട്രിക്സ് എന്നറിയാം എക്സ് മെട്രിക്സിന്. അത് നമ്മൾ റിഡൻഡൻ്റ് ആയിട്ട് എടുത്ത എലിമെൻ്റ് ഇല്ല, അതായത് സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനസി 1 ആണെങ്കിൽ ഒരു x1 എന്ന് പറയുന്ന റിഡൻഡൻ്റ് ആയിട്ട് നമ്മൾ എടുത്തല്ലോ, എക്സ്ട്രാ വരുന്ന റിയാക്ഷനാണ്. അപ്പോൾ അതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എക്സ് മെട്രിക്സ് കണ്ടുപിടിക്കുന്നത്. എക്സ് മെട്രിക്സ് എന്ന് പറയുന്നത് അപ്പോൾ അത് എത്രയാണ്, x1 എന്ന് പറയുന്നത് 1 ആണെന്നുണ്ടെങ്കിൽ എക്സ് മെട്രിക്സിൻ്റെ അകത്ത് ഒറ്റ മെമ്പറേ ഉണ്ടാവും. 2 ആണ് റിഡൻഡൻ്റ് ഉണ്ടെങ്കിൽ 2 മെമ്പർ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ എക്സ് മെട്രിക്സ് എന്ന് പറയുമ്പോൾ റിഡൻഡൻറ്റ് മെട്രിക്സ് അല്ലെങ്കിൽ അൺനോൺ റിയാക്റ്റീവ് കമ്പോണൻറ്റ് മെട്രിക്സ് എന്നാണ് പറയുന്നത്. അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. മെട്രിക്സ് ആണ്. മെട്രിക്സ് എക്സ് ഈസ് ഈക്വൽ ടു മെട്രിക്സ് എഫ് എക്സ് എക്സ് ഇൻവേഴ്സ് ഇൻറ്റു മെട്രിക്സ് ഡി എക്സ് മൈനസ് മെട്രിക്സ് എഫ് എക്സ് ആർ ഇൻറ്റു മെട്രിക്സ് ആർ. ഓക്കെ, അതാണ് ഇക്വേഷൻ. മെട്രിക്സ് എക്സ് ഈസ് ഈക്വൽ ടു മെട്രിക്സ് എഫ് എക്സ് എക്സ് ഇൻവേഴ്സ് ഇൻറ്റു മെട്രിക്സ് ഡി എക്സ് ഇൻറ്റു ഡി എക്സ് മൈനസ് മെട്രിക്സ് എഫ് എക്സ് ആർ ഇൻറ്റു മെട്രിക്സ് ആർ. അതാണ് ഇക്വേഷൻ. ഇനി ഇതിൻ്റെ അകത്ത് ഓരോന്നും എന്താണെന്ന് നോക്കാം. മെട്രിക്സ് എഫ് എക്സ് എക്സ് എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെയാണ് കിട്ടുമെന്ന് വെച്ചാൽ ഇതാണ് ഇക്വേഷൻ. മെട്രിക്സ് എഫ് എക്സ് എക്സ് ഈസ് ഈക്വൽ ടു ബി എക്സ് ട്രാൻസ്പോസ് എഫ് ഇൻറ്റു ബി എക്സ്. ബി എക്സ് എന്ന് പറയുന്നത് നമ്മുടെ ഫോഴ്സ് ട്രാൻസ്ഫോർമേഷൻ മെട്രിക്സിൻ്റെ അകത്തുള്ള എലിമെൻറ്റ്, അതിൻ്റെ ട്രാൻസ്ഫേഴ്സ് എടുക്കുക ഇൻറ്റു എഫ് എന്ന് പറയുന്നത് എന്തായിരുന്നു, അൺഅസംബിൾഡ് ഫ്ലെക്സിബിലിറ്റി മെട്രിക്സ് നേരത്തെ കണ്ടുപിടിച്ചത് FE1 FE2 കണ്ടുപിടിച്ചത് ഇൻറ്റു ബി എക്സ്, അതാണ് എഫ് എക്സ് എക്സ്. ഇനി എഫ് എക്സ് ആർ ആണെങ്കിൽ ബി എക്സ് ട്രാൻസ്പോസ് എഫ് ഇൻറ്റു ബി ആർ എഫ് എക്സ് ആർ. ഓക്കെ, എഫ് എക്സ് ആറും എഫ് എക്സ് എക്സും കണ്ടുപിടിക്കുക, എന്നിട്ട് ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ആറും ഡിയും. ആർ എന്ന് പറയുന്നത് എക്സ്റ്റേണൽ ലോഡ് മെട്രിക്സ് ഓൾറെഡി നേരത്തെ കണ്ടുപിടിച്ചു. ഡി എക്സ് എന്ന് പറയുന്നത് സപ്പോർട്ട് സെറ്റിൽമെൻറ്റ് മെട്രിക്സ് ആണ്. ഡി എക്സ് എന്ന് പറയുന്നത് സപ്പോർട്ട് സെറ്റിൽമെൻറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെടുക്കുക. സപ്പോർട്ട് സെറ്റിൽമെൻറ്റ് പറയാത്ത കേസിൽ ആ മെട്രിക്സിൻ്റെ വാല്യൂ നമുക്ക് 0 ആയിരിക്കും വരിക. അപ്പോൾ ആ മെട്രിക്സിൻ്റെ വാല്യൂ 0 വരുമ്പോൾ നമുക്ക് എന്താ ഇക്വേഷൻ വരിക, ഇത് 0 ആകുമ്പോൾ നമ്മളെ കേസിൽ എന്താ ഇക്വേഷൻ വരുന്നത്, മെട്രിക്സ് എക്സ് ഈസ് ഈക്വൽ ടു എന്തൊരു ഇത് 0 ആയി പോകും. അപ്പോൾ എഫ് എക്സ് എക്സ് ഇൻവേഴ്സ് ഇൻറ്റു മൈനസ് ഇൻറ്റു എഫ് എക്സ് ആർ ഇൻറ്റു ആർ എന്നല്ല, അപ്പോൾ മൈനസ് പുറത്തെടുക്കുക. സോ എഫ് എക്സ് എക്സ് ഇൻവേഴ്സ്, അപ്പോൾ വരുന്നത് ഇങ്ങോട്ട് എഴുതാം, മെട്രിക്സ് എക്സ് ഈസ് ഈക്വൽ ടു മൈനസ് മെട്രിക്സ് എഫ് എക്സ് എക്സ് ഇൻവേഴ്സ് ഇൻറ്റു എഫ് എക്സ് ആർ ഇൻറ്റു ആർ എന്നായിരിക്കും ഇക്വേഷൻ വരാം. ഈ ഇക്വേഷൻ കൂടി നിങ്ങൾ അവിടെ സൈഡിൽ എഴുതി വെക്കുക കേട്ടോ. വെൻ ഡി എക്സ് ഈസ് ഈക്വൽ ടു 0 ദെൻ നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ കൂടി, ഇതാണ് നമുക്ക് അധിക കേസിലും വരിക. സപ്പോർട്ട് സെറ്റിൽമെൻറ്റ് മിക്കവാറും ക്വസ്റ്റ്യൻസ് ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് എടുക്കേണ്ടത്. മെട്രിക്സ് എക്സ് ഈസ് ഈക്വൽ ടു മൈനസ് എഫ് എക്സ് എക്സ് ഇൻവേഴ്സ് ഇൻറ്റു എഫ് എക്സ് ആർ ഇൻറ്റു ആർ എന്നാണ് കൺസിഡർ ചെയ്യേണ്ടത്. ഓക്കെ, അതാണ് 6th സ്റ്റെപ്പ്. ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത 7th സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫോർമുലേഷൻ ഓഫ് ഇൻറ്റേർണൽ മെമ്പർ ഫോഴ്സ് മെട്രിക്സ് ആണ്. അതായത് ഇൻറ്റേർണൽ മെമ്പർ ഫോഴ്സ് മെട്രിക്സ് കണ്ടുപിടിക്കാം. ഇൻറ്റേർണൽ മെമ്പർ ഫോഴ്സ് എന്ന് പറയുന്നത് ഇൻറ്റേർണൽ മെമ്പർ ഫോഴ്സ് മെട്രിക്സ് എന്ന് പറയുന്നത് ക്യൂ ആണ്, മെട്രിക്സ് ക്യൂ ആണ്. മെട്രിക്സ് ക്യൂ എന്ന് പറയുന്നത് നമ്മൾ കണ്ടുപിടിക്കുന്നത് ബി എക്സ് ഇൻറ്റു എക്സ് പ്ലസ് ബി ആർ ഇൻറ്റു ആർ എന്നുള്ള ഇക്വേഷൻ വെച്ചിട്ടാണ് മെട്രിക്സ്. അപ്പോൾ ഇതിൻ്റെ മെട്രിക്സ് ആയതുകൊണ്ട് നമുക്ക് ഇങ്ങനെ എഴുതാം, ബി എക്സ് ഇൻറ്റു എക്സ് പ്ലസ് ബി ആർ ഇൻറ്റു ആർ എന്ന് പറയുന്നത് എന്തായിരിക്കും, ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക. മെട്രിക്സ് ബി എക്സ് ഇൻറ്റു ഇതിവിടെ നോക്ക്, ഇവിടെ ബി എക്സ് എന്നാണ് കൊടുത്തിരിക്കുന്നത്, ബി എക്സ് അല്ല ബി ആർ ആണ്, അത് ചേഞ്ച് ചെയ്ത് എഴുതാം. മെട്രിക്സ് ബി ഇങ്ങനെയാണ് വരിക, മെട്രിക്സ് ബി എക്സ് ഇൻറ്റു മെട്രിക്സ് ബി എക്സ് ഇൻറ്റു ബി ആർ ഇങ്ങനെയാണ് വരേണ്ടത്. അത് എഴുതട്ടോ. ഇൻറ്റു മെട്രിക്സ് ആർ ഇൻറ്റു എക്സ്, മെട്രിക്സ് ആർ എക്സ്, മെട്രിക്സ് ആർ മെട്രിക്സ് എക്സ്, മെട്രിക്സ് ബി എക്സ് ഇൻറ്റു എക്സ് പ്ലസ് മെട്രിക്സ് ബി ആർ ഇൻറ്റു ആർ എന്ന് പറഞ്ഞതിനെ നമുക്ക് ഇങ്ങനെയും എഴുതാം കേട്ടോ. മെട്രിക്സ് ബി ഇൻറ്റു ബി എക്സ് ഇൻറ്റു മെട്രിക്സ് ബി ആർ ഇൻറ്റു മെട്രിക്സ് ആർ എക്സ്. ഓക്കെ, ഇങ്ങനെ എഴുതാം. അതാണ് നെക്സ്റ്റ്. ഇനി അടുത്ത സ്റ്റെപ്പ് സപ്പോർട്ട് മൊമെൻറ്റ് കണ്ടുപിടിക്കുക. ഓരോ സപ്പോർട്ടിലെയും മൊമെൻറ്റ് കണ്ടുപിടിക്കലാണ് അടുത്ത ചെയ്യേണ്ടത്. മൊമെൻറ്റ് എന്ന് പറഞ്ഞാൽ എമ്മിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക. എം ഈസ് ഈക്വൽ ടു റിയാക്ഷൻ ക്യൂ പ്ലസ് അതിൻ്റെ ഫിക്സ്ഡ് ആൻഡ് മൊമെൻറ്റും ആഡ് ചെയ്യുക. അപ്പോൾ നമുക്കതിൻ്റെ സപ്പോർട്ട് മൊമെൻറ്റിൻ്റെ വാല്യൂസ് കിട്ടും. ഓക്കെ,
അടുത്തത് ബെൻഡിങ് മൊമെൻറ്റും റിയാക്ഷൻസൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഫോഴ്സൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക, അതിൻ്റെ ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രം ഷിയർ ഫോഴ്സ് ഡയഗ്രം വരക്കുക. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഫ്ലെക്സിബിലിറ്റി മെട്രിക്സ് മെത്തേഡ് വെച്ചിട്ട് നമ്മൾ മെമ്പർ ഫോഴ്സിനെ അല്ലെങ്കിൽ ഒരു മെമ്പറിനെ അനലൈസ് ചെയ്യാനുള്ള സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനൻസ് കണ്ടുപിടിക്കുക, ഇക്വാലൻറ്റ് ജോയിൻ ലോഡ് കണ്ടുപിടിക്കുക, അനാലിസിസ് സ്ട്രക്ചറും സിസ്റ്റം കോർഡിനേറ്റ്സും കണ്ടുപിടിക്കുക, ദെൻ അൺഅസംബിൾഡ് ഫ്ലെക്സിബിലിറ്റി മെട്രിക്സ് കണ്ടുപിടിക്കുക, ദെൻ ഫോഴ്സ് ട്രാൻസ്ഫോർമേഷൻ മെട്രിക്സ് കണ്ടുപിടിക്കുക, ദെൻ എക്സ് മെട്രിക്സ് കണ്ടുപിടിക്കുക, അതിനുശേഷം ക്യൂ മെട്രിക്സ് കണ്ടുപിടിക്കുക, ദെൻ മൊമെൻറ്റ് മെട്രിക്സ് എം കണ്ടുപിടിക്കുക, ശേഷം ബെൻഡിങ് മൊമെൻറ്റ് ഷിയർ ഫോഴ്സ് ഡയഗ്രം വരക്കുക. ഇത്രയാണ് ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പം ഇനി നമുക്ക് ഫോഴ്സ് ട്രാൻസ്ഫോർമേഷൻ മെട്രിക്സ് കണ്ടുപിടിക്കുന്നത് നെക്സ്റ്റ് വീഡിയോയിൽ ചെയ്യാം. ഫോഴ്സ് ട്രാൻസ്ഫോർമേഷൻ മെട്രിക്സ് എന്താണെന്നും അതെങ്ങനെ കണ്ടുപിടിക്കുന്നു എന്നുള്ളത് നമുക്ക് അടുത്തതിൽ പറയാം. ഓക്കെ.